തണ്ണീർക്കൊമ്പനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഖേദപൂർവ്വം നമ്മൾ ചോദിക്കേണ്ടി വരികയാണ് കേരളം. ഈ ദിവസം അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട പല വിഷയങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകൾ രണ്ടുപേർ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നുണ്ട്. ഡോക്ടർ ഗിരിദാസ് വൈൽഡ് ലൈഫിൻ്റെ ബോർഡ് മെമ്പർ കൂടിയാണ്. ആനപ്രേമിയ വിവേക് വിശ്വനാഥ് കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഗിരിദാസ്, ഇവിടെ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് മാനന്തവാടിയിലേക്ക് ഈ ആന വരുന്നതും അവിടെ ശല്യമൊന്നും ഉണ്ടാക്കിയില്ല, ഭീകരാന്തരീക്ഷമൊന്നും ഉണ്ടാക്കിയില്ല, ആന വിഹരിക്കുകയായിരുന്നു. അപ്പോൾ നടപടിക്രമങ്ങൾ പലതരത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. താങ്കൾ എന്താണ് ഈ ആനയുടെ മരണത്തിന് വഴിവെച്ച ചരിയാൻ ഇടയാക്കിയ കാരണങ്ങളായി മനസ്സിലാക്കുന്നത്? നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വരവായിരുന്നു. ഈ അപ്രതീക്ഷിതമായ വരവ് വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കേന്ദ്ര നിർദ്ദേശങ്ങളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാലിക്കണം എന്ന് പറ്റില്ല. കാരണം നേരത്തെ പ്ലാൻ ചെയ്ത് ഒരു അനിമലിനെ ഡാർട്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് കേന്ദ്ര നിയമത്തിലെ കുറെ കാര്യങ്ങൾ ബാധകമാവുക. കാലത്ത് നേരത്തെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരുപക്ഷെ അപ്രതീക്ഷിതമായി കടന്നു വന്ന ആനയായതുകൊണ്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതിന്റെ ആ സാഹചര്യത്തിനൊത്തുള്ള ഒരു നടപടിയാണ് ചെയ്തതും. അതുപോലെ തന്നെ ആ നടപടികളിൽ ഒരുപക്ഷെ അതിനെ പിടിച്ചു വണ്ടിയിൽ കയറ്റി ഇതൊക്കെ ഉണ്ടായെങ്കിലും മരണം സംഭവിച്ചില്ലെങ്കിൽ അത് വലിയൊരു നല്ലൊരു കാര്യമായിരുന്നു. ഇവിടെ മരണം സംഭവിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് റിവ്യൂ ചെയ്യാൻ തയ്യാറായത്. ഈ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാം ആനയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു കാഴ്ചപ്പാട് ഒരു കുറവുണ്ടായോ എന്നൊരു സംശയം നമുക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ആന കാലത്ത് മുതൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, വെള്ളം കുടിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് വേണം ഒരു ആനയെ മയക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ആനയെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യണം. ആനയുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള വിശദമായ ഒരു ഡാറ്റ നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോയതാണ് ഏറ്റവും വലിയൊരു അപകടം സംഭവിച്ചത്. ആന വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ ശരീരത്തില് വെള്ളത്തിന്റെ അളവ് കുറയും. ഈ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് പറയും. ഇങ്ങനെ ശരീരത്തിൽ വെള്ളമില്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ ഡാർട്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അതിന്റെ ഹാർട്ടിന്റെ പ്രവർത്തനത്തിന് ഹൈപ്പോവോളിമിക് ഷോക്ക് വന്ന് കാർഡിയാക് അറസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ ആയിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം ഈ ഹൈപ്പോവോളിമിക് ഷോക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അത് 10-20 ദിവസമായിട്ട് ബന്ദിപ്പൂരിൽ നിന്ന് അത് നമ്മുടെ വയനാട്ടിലേക്ക് എത്തുന്ന ആ സമയം, അതിനിടയിൽ എത്ര കണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അത് വെള്ളം കുടിക്കാനുള്ള ആരോഗ്യത്തിലാണോ? കാരണം ഉള്ളിലൊരു ചെറിയൊരു ഇൻഫെക്ഷന്റെ സാധ്യത ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. കാരണം അത് കാട്ടാനയാണല്ലോ. പക്ഷെ അത് ഏത് സമയത്തും മണ്ണ് ശരീരത്തിൽ വാരിയിടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിൽക്കുന്ന വാഴത്തോപ്പിൽ പോലും ഒരു ഭക്ഷണം കഴിക്കാതെ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അത്തരം നിരീക്ഷണങ്ങളിലുള്ള ഒരു ചെറിയൊരു പോരായ്മ അവിടെ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ തിരുത്തേണ്ടത്. കാരണം ഇതൊരു സംഭവിച്ചു കഴിഞ്ഞു, അത് ഒരു നല്ലതല്ല. കാരണം ഒരു മിണ്ടാപ്രാണിയുടെ ജീവനാണ് നമ്മൾ എടുത്തത്. പക്ഷെ ഇനി വരാൻ പോകുന്ന അനിമൽസിനെ രക്ഷിക്കണമെങ്കിൽ ഇത്തരം പ്രോട്ടോകോളുകൾ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രോട്ടോകോള് മാത്രം ഫോളോ ചെയ്യില്ല, പല രീതിയിലുള്ള പ്രോട്ടോകോളുകൾ എന്തിന് ആവശ്യമുണ്ട്. അത് ഇനി മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പല സ്ഥലത്തും ഈ കാട്ടാനകളുടെ പ്രശ്നമുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വിദഗ്ധമായി ആലോചിച്ച് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ഒരു നല്ലൊരു പ്രോട്ടോകോൾ കൊണ്ടുവന്ന് പല രീതിയിലുള്ള A ഉണ്ട്, B ഉണ്ട്, C, അതുപോലെ ഓരോ പ്ലാനിങ്ങിലുള്ള പ്രോട്ടോകോളുകൾ കൊണ്ടുവന്ന് ആ മൃഗത്തിന്റെ ജീവൻ രക്ഷിക്കുക. ഇവിടെ നമ്മൾ കണ്ടു ഒരു റേഡിയോ കോളർ ഇട്ടിരുന്നു. റേഡിയോ കോളർ എന്തിനാണ് നമ്മൾ ഇട്ടത്? അതിനൊരു ഉത്തരം നമ്മൾ നൽകേണ്ടത്. അരിക്കൊമ്പന് റേഡിയോ കോളർ ഇട്ടു, എന്നിട്ട് അത് കമ്പം ടൗണിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഈ ആനയ്ക്ക് റേഡിയോ കോളർ ഉണ്ടായിരുന്നു, എന്നിട്ട് വയനാട് ടൗണിൽ എത്തിയതാണെന്ന് നമുക്ക് അറിയുന്നില്ല. ഇത് അവ റേഡിയോ കോളർ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ആസ്വാസ്ഥ്യം കൊണ്ട് അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നോ, വെള്ളം കുടിക്കാൻ പറ്റിയിരുന്നോ എന്നൊക്കെ നമ്മൾ പുനരാലോചിക്കേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ മയക്കുവെടി വെച്ചത് ഒരു കാരണമാണ്, അല്ല നമ്മൾ പറയുന്നില്ല. കാരണം മയക്കുവെടി വെച്ചിട്ട് 24 മണിക്കൂറിൽ മരണം സംഭവിക്കുമ്പോൾ അതൊരു കാരണം തന്നെയാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വരുമ്പോൾ ചെയ്തു പോയി. പക്ഷെ അതിനുശേഷമുള്ള പ്രിപ്പറേഷൻസ്, ഒരു പ്രൊഫഷണൽ മെഡിക്കൽ എത്തിക്സിന് അനുയോജ്യമായ രീതിയിൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറായോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വന്യമൃഗമാണ്, അതിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും അവിടെയാണ് ആ സമയത്തിന്റെ പ്രത്യേകത നമ്മൾ പറയുന്നത്.
ഇപ്പൊ രാത്രിയായി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് അവിടെ സംഭവിച്ചു പോയി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വലിയൊരു പിഴവ് ഉണ്ടായി എന്നാണ് ഡോക്ടർ ഗിരിദാസ് പറയുന്നത്. ശ്രീ വിവേക്, ഇപ്പോൾ മനേകാ ഗാന്ധിയുടെ പ്രതികരണം വരുന്നു, വളരെ അതിശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു. 2 ആഴ്ച കൂടുമ്പോൾ കേരളത്തിൽ ആനയെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു വനംവകുപ്പ് എന്ന അതിനിശ്ചിതമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലത്തെ വിഷയവുമായി നോക്കുമ്പോൾ വിവേക്, കാരണം ഒരു കാര്യങ്ങളെ സില്ലിയായിട്ട് വനംവകുപ്പിന്റെ ഒരു ടീം കണ്ടുപോയോ? കാരണം നേരത്തെ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായ സാഹചര്യമുണ്ട്. അവിടേക്ക് വരുമ്പോൾ ഉത്തരവ് പോലും കിട്ടാൻ അല്പം വൈകുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു ആശങ്ക ഉള്ളിലുണ്ടായിരുന്നു, ഈ സമയം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതിയെന്ന്. ഒന്ന് കൈകാര്യം ചെയ്യുന്നതിലെ ഒരു പിഴവ് ഈ ഒരു ദുർഗതിയിലേക്ക്, ദാരുണമായ ഒരു അന്തത്തിലേക്ക്, ദുരന്തത്തിലേക്ക് നയിച്ചു എന്ന് പറയാൻ കഴിയുമോ? താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഹലോ വിവേക്, കേൾക്കാമെങ്കിൽ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിൽ കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് അൺഎക്സ്പെക്ടഡ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് എക്സ്പെക്ടഡ്. ഇത് രാത്രി 11 മണിക്ക് തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവ് മണിക്ക് 11:30 മണിക്ക് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. 11 മണിയുടെ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ആന ഇറങ്ങി വരുന്നുണ്ട് കാടിന് പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ട് നോക്കണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉത്തരവിൽ തന്നെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് കണക്കാകും. പിന്നെ അതിനുശേഷം നമ്മളാണെങ്കിലും ലെറ്റർ വൈൽഡ് ലൈഫ് വാർഡിന് ഒരുപാട് ലെറ്ററുകൾ അയച്ചിട്ടുണ്ട്. അതിനുശേഷം വൈൽഡ് ലൈഫ് വാർഡിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ആന ഓൾറെഡി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അത് വളരെ സഫിക്കേറ്റഡ് ആയിട്ട് അത് മണ്ണ് വാരി, ഡോക്ടർ പറഞ്ഞ പോലെ മണ്ണ് വാരി എറിയുമ്പോൾ അതിന്റെ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആന സ്വമേധയാ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ആന വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നു. സാധാരണ ഒരു കാടിറങ്ങി വഴിയിലേക്ക് വന്ന ഒരു ആന നിൽക്കുന്ന രീതിയിലല്ല ആന നിന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആനിമൽ സിക്ക് ആണ്. അതുകൊണ്ട് ഡാർട്ട് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യണം, ഡാർട്ട് ചെയ്യുന്നത് ഒഴിവാക്കണം പരമാവധി എന്നുള്ള രീതിയിൽ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണോ അല്ലയോ അറിയില്ല. വൈൽഡ് ലൈഫ് വാർഡിന്റെ ലെറ്ററിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട്ടിലോട്ട് കയറ്റി വിടാനായിട്ട് മാക്സിമം ശ്രമിക്കണമെന്ന്. പക്ഷേ കാട്ടിലോട്ട് കയറ്റി വിടാൻ ഒരു ശ്രമം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇന്നലത്തെ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എല്ലാവരും ചുറ്റുവട്ടം നിന്ന് 144 പ്രഖ്യാപിച്ച ഒരു സ്ഥലത്ത് നാട്ടുകാർ മുഴുവൻ കൈയടിച്ച് കൂവി ഒരു ആനയെ വാഴത്തോട്ടത്തിൽ നിന്ന് എങ്ങോട്ടും പോവാതെ വാഴയുടെ ഉള്ളിൽ തന്നെ നിർത്തി ഡാർട്ട് ചെയ്യുന്നവർക്ക് ആനയെ തിരിച്ചു നിർത്തി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ കേരളത്തിൽ കണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇതെല്ലാം അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകാനായിട്ട് നാട്ടാനയുടെ അവസ്ഥയോ ഇതാണ്. കാട്ടാനയെങ്കിലും വെറുതെ വിട്ടുകൂടെ എന്നാണ് നമ്മൾക്ക് ചോദിക്കുന്നത്. കാട്ടില് ശ്രീ വിവേക്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്ന് കാട്ടി ഒരു അലർട്ട് താങ്കൾ നൽകിയിരുന്നോ? ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഇത് കാര്യങ്ങൾ ഒരു അലർട്ടായി താങ്കൾ നൽകിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ശരിയാണോ? അങ്ങനെയെങ്കിൽ എന്തായിരുന്നു? ഞാൻ നൽകിയത്, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കിംഗ് ലൈഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷനാണ്. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ അരിക്കൊമ്പന്റെ ട്രാൻസ്ലൊക്കേഷന്റെ ഒക്കെ കാര്യങ്ങളും അതിന്റെ പ്രോട്ടോകോൾസ് ഒക്കെ കാണിച്ചുകൊണ്ട് ഇന്നലെ അതുപോലെയെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ അതിന് കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ഇന്ന് സംഭവിച്ച എല്ലാ വയലേഷൻസും മെൻഷൻ ചെയ്ത്, ഞാൻ വേണമെങ്കിൽ അതിന്റെ കോപ്പി ബ്യൂറോയിലോട്ട് അയക്കാം, മെൻഷൻ ചെയ്ത് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ വൈൽഡ് ലൈഫ് വാർഡൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു, ആളെ മെസ്സേജ് കണ്ടു, റിപ്ലൈ ചെയ്തില്ല. എന്നിട്ട് വരുന്ന ഓർഡറാണ് ഇങ്ങനെ. അപ്പൊ ഓർഡർ കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി. കാരണം അതിന് നമുക്ക് ഡാർട്ട് ചെയ്യാൻ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പുഷ് ചെയ്യാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂകിയാനകൾ റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. പിന്നെ ആന അത്ര അഗ്രസീവ് അല്ല. അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ട് ഡാർട്ട് ചെയ്യാതെ തന്നെ ഉള്ളിലോട്ട് കയറ്റാമെന്ന് വിചാരിച്ച് നമ്മൾ കോടതിയിലോട്ട് ഒരുപാട് പുഷ് ചെയ്തില്ല. കാരണം ഇങ്ങനെ ഒരു ഓർഡറിനെ ചാലഞ്ച് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇപ്പോൾ ഈ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്. ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് പോയി അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നു, സർക്കാരിനെതിരെ വനം വകുപ്പിനെയൊക്കെ എതിരെയൊക്കെ വരുമ്പോൾ രണ്ട് സാഹചര്യങ്ങൾ. ഒന്ന് അരിക്കൊപ്പന്റെ സാഹചര്യം മറ്റൊന്നാണ്. കാരണം അവിടെ കുറേ ദിവസം അതിനെ മോണിറ്റർ ചെയ്ത് മറ്റാനകളെ PM2 ഒക്കെ ആണെങ്കിലും മോണിറ്റർ ചെയ്തിട്ടാണ് ഇത് അപ്രതീക്ഷിതമായി വരുന്നു. ആളുകളൊക്കെ സർക്കാരിനെതിരെയും വനം വകുപ്പിനെതിരെയും പ്രക്ഷോഭത്തിലേക്ക് പോലും അല്ലെങ്കിൽ പ്രതികരണങ്ങൾ വന്ന സ്ഥിതിക്ക് ഒരു ഉത്തരവ് വാങ്ങിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആന വളരെ ശാന്തനായി കാണുന്നു. പിന്നീട് നടപടിക്രമങ്ങൾ ഓരോന്നായി. കാരണം ഇരുട്ടൊക്കെ അധികം വൈകി വരുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊക്കെ പറയുമ്പോഴും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യാവസ്ഥ മോണിറ്റർ ചെയ്യാമായിരുന്നു. സ്വാഭാവികമായും ചില പ്രോട്ടോകോളുകൾ ചിന്തിക്കാമായിരുന്നില്ലേ? കാരണം സെന്ററിന്റെ ആനിമൽ വൈൽഡ് ലൈഫിന്റെ ആക്ട് അടക്കം
72 ആക്ടിനെ മുൻനിർത്തി അതിനുശേഷം വന്നിട്ടുള്ള പ്രോട്ടോക്കോളുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമായിരുന്നു. അങ്ങനെ ഈ രണ്ട് സാഹചര്യങ്ങളിലൂടെയും ചിന്തിച്ചാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ പ്രോട്ടോകോൾ പ്രകാരം ഈ ആനിമലിനെ ഡാർട്ട് ചെയ്യേണ്ടത് ഒരു സീനിയർ വെറ്റിനറി സർജനും അയാളുടെ അസിസ്റ്റന്റും ബയോളജിസ്റ്റ് 3 പേരും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ അവിടെ ഒരു സീനിയർ വെറ്റിനറി സർജന്റെയോ ഒരു അസിസ്റ്റന്റിന്റെയോ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഒരു ബയോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിനെ ഡാർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. അതും 4 ഡാർട്ട് ചെയ്ത് അതിൽ 2 എണ്ണമാണ് കൊണ്ടത്. അപ്പൊ ഒരു ബയോളജിസ്റ്റിന് എങ്ങനെയാണ് വെറ്റിനറി സയൻസ് ഡിഗ്രി ഇല്ലാത്ത ഒരാള്, ഈ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു എന്താ ഷെഡ്യൂൾ 1 ആനിമലിനെ ഡാർട്ട് ചെയ്യാനായിട്ട് പെർമിഷൻ വൈൽഡ് ലൈഫ് വാർഡൻ കൊടുക്കാൻ പറ്റുന്നത്? ഈ ഫീൽഡില് വൈൽഡ് ലൈഫ് തീർച്ചയായും അരിക്കൊമ്പന്റെ കാര്യം വരുമ്പോൾ അന്നൊക്കെ ഈ അരുൺ സഖറിയ എന്ന ഡോക്ടറുടെ ഒരു സേവനമൊക്കെ വലിയ അർത്ഥത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഈ പരിചയസമ്പന്നരുടെ, അതുപോലെ അരുൺ സഖീർ തന്നെ വേണമോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ അത് കൈകാര്യം ചെയ്യാൻ ആൾ വേണം. അപ്പോൾ ഈ പരിചിതരായിട്ടുള്ള ആളുകൾ കൈകാര്യം ചെയ്തതിന്റെ കുറവ് കൂടിയാണോ താങ്കൾ കാണുന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രം തന്നെയാണ്. അതായത് ഈ ആന രാവിലെ ഇറങ്ങി ആന ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചോ നോക്കാൻ പോലും RRT ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വീഡിയോ, കാരണം നമ്മൾ 24/7 വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതിൽ അതിന് ഫുഡ് കൊടുക്കാനോ അതിന് എന്തെങ്കിലും പുല്ല് എറിഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് നോക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വെള്ളം അതിനെ മേലായിട്ട് തെളിച്ചു കൊടുക്കാനോ, കാരണം അത് ആനിമൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആനിമലായിട്ടാണ് നമുക്കൊക്കെ തോന്നിയത്. അപ്പൊ പല രീതിയിലും അതിനെ അപ്രോച്ച് ചെയ്യാമായിരുന്നു, പല രീതിയിലും അതിനെ ഉള്ളിലോട്ട് കയറ്റി വിടാമായിരുന്നു. അത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് കൂടെ ഒരു നിർബന്ധം കൊണ്ട്, ആളുകളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഒരു ആനിമലിന്റെ ജീവൻ കുരുതി കൊടുത്ത അവസ്ഥയാണ് നിലവിൽ ഉണ്ടായത്. അതും നമ്മൾ ശരി വിവേക്, ഒന്ന് തുടരുക. ഇപ്പോൾ ഡോക്ടർ ഈശ്വരൻ നമ്പൂതിരി ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ, വലിയ ഗുരുതരമായ ഒരു പിഴവുണ്ടായിട്ടുണ്ട് എന്നാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഈ ആനയെ കൈകാര്യം ചെയ്തിട്ടുള്ള പിഴവ്, അതിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഈ ആനയുടെ മരണം, ആന ചെരിയാനിടയാക്കിയത് എന്നാണ് പറയുന്നത്. താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? പരിചയക്കുറവൊക്കെ ഇതിൽ കാരണമായിട്ടുണ്ട്, പ്രോട്ടോകോൾ ലംഘനം വ്യക്തമായി ഉണ്ടായിട്ടുണ്ട്, ഈസിയായി കൈകാര്യം ചെയ്തു, എടാപിടിയുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്തു, ഇതിൻ്റെയൊക്കെ തന്നെ ആകത്തുകയാണോ സാർ? ഈശ്വരൻ ഒന്ന്, ഈ ആന അപ്രതീക്ഷിതമായിട്ട് മാനന്തവാടികളുടെ ഒരു പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പരിസരത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് നടപടിയെടുക്കുക എന്നുള്ളതൊരു അനിവാര്യതയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു തിടുക്കം മൊത്തത്തിൽ കാണുന്നുണ്ട്. ഐസുവടി വെക്കുന്നതിന് മുമ്പ് ആനയെ പകൽ മുഴുവനായിട്ട് ഒബ്സർവ് ചെയ്തിരുന്നു. പക്ഷെ സാധാരണഗതിയിൽ അതിന്റെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 ദിവസത്തെ ഒരു ഒബ്സർവേഷൻ, പ്രത്യേകിച്ച് അത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, വെള്ളം കുടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒബ്സർവ് ചെയ്തിട്ടൊക്കെ ആവും പലപ്പോഴും ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഈ മയക്കുവെടി വെച്ച് അതിനെ കുറച്ച് ഒരുപക്ഷെ അവിടെ തന്നെ അതിനെ തളച്ച് വേണ്ട പരിചരണങ്ങൾ കൊടുത്തിട്ട് അതിന് മുറിവൊക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു ട്രാൻസ്ലൊക്കേഷൻ നടത്തിയിരുന്നുവെങ്കിൽ ഈ അപകടത്തിൽ നിന്നൊരു പക്ഷേ ഒഴിവാകാമായിരുന്നു. കാരണം ഒരു പകൽ മുഴുവൻ സ്ട്രെസ്സിലായിരുന്ന ആനയെ മയക്കി അപ്പോൾ തന്നെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് കണ്ടത്. അരിക്കൊമ്പന്റെ ഒക്കെ കാര്യത്തിൽ കാട്ടിലായിരുന്നുകൊണ്ട് അതിന് വെള്ളം എവിടെ ഉണ്ട്, ഭക്ഷണം എവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് അതിനുള്ള സാഹചര്യമുണ്ട്, സാവകാശം കിട്ടിയിരുന്നു അല്ലെങ്കിൽ കൊടുത്തിരുന്നു എന്നൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊരു പക്ഷേ അതിന്റെ എല്ലാം കൂടിയുള്ള ആകത്തുക ആ സ്ട്രെസ് അതിന്, പ്രത്യേകിച്ച് അല്പ ദിവസം മുമ്പേ അതിനെ മയക്കുകൂടി വെച്ച് റേഡിയോ കോളർ ചെയ്തതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും ആ റേഡിയോ കോളർ ശരീരത്തിലുള്ളതിന്റെ ഒരു പരിചയക്കുറവ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥയൊക്കെ ആകെ ആന ഒരു സ്ട്രെസ്സിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പരിചയക്കുറവിന്റെ കാര്യം, അവിടെ ഡോക്ടർമാരുണ്ടായിരുന്നു. ഈ ഡാർട്ട് ചെയ്യുന്ന തോക്ക് ഉപയോഗിച്ച്, മയക്കുപൊടി തോക്ക് ഉപയോഗിച്ച് ആ ഡാർട്ട് എയ്ത് വിടുന്നത് പരിചയസമ്പന്നരായ ആർക്കും ചെയ്യാം. പക്ഷെ അവരല്ല, അവിടെയുള്ള ഡോക്ടർമാരാണ് അതിന്റെ ബാക്കി കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഉള്ളത്. പരിചയം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഡോക്ടർ ഈശ്വരൻ, പരിചയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? കാരണം ഈ സെക്കൻഡ് ഡോസ് ഒക്കെ 2 ഡോസ് കൊടുക്കുന്ന അടുത്ത് നിന്നിട്ട് പോലും ഡോസ് പോലും പിഴവ് സംഭവിക്കുന്നതായിട്ടൊക്കെ ആദ്യം തോന്നി. മാത്രമല്ല ഇത് കൈകാര്യം ചെയ്തതിന്റെ ഒരു കൂടിയാലോചനകളൊക്കെ അപ്പോഴപ്പോൾ നേരത്തെ അരിക്കൊമ്പന്റെ വിഷയത്തിലൊക്കെ നമുക്കൊന്ന് അറിയാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇത് അവർക്ക് പോലും ഒരു കൃത്യത ഇല്ലാതെ പോയി എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? അതൊന്നും പാടില്ലാത്തതാണ്. ഇതൊരു വളരെ ജനവാസമുള്ള ഒരു മേഖലയിൽ ഇറങ്ങുമ്പോൾ അതൊരു സമയക്കുറവൊരു പ്രശ്നമല്ലേ? പക്ഷേ ഈ പരിമപ്പെട്ട ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ആനയും നമുക്ക് നിന്ന് തരുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു.
കാരണം സാധാരണ ഒരു ടെറൈനിലേക്ക് എത്തിക്കുക എന്നൊരു വലിയൊരു ചലഞ്ചാണ്. അതിനെ ട്രാക്ക് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ്. പിന്നീട് ഈ പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമതലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്തേക്ക് ഭൂപ്രകൃതിയിലേക്ക് എത്തിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ചൊന്നും ഇവിടെ ഇല്ലായിരുന്നു. സമയം ഒരു പ്രധാന പ്രശ്നമായിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ. അപ്പോൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യണമായിരുന്നില്ലേ? തീർച്ചയായിട്ടും അത് ഈ ട്രാങ്കുലൈസേഷന് ശേഷമുള്ള ഒരു മാനേജ്മെന്റ് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ട്രാൻസ്ലൊക്കേഷൻ അത്ര ധൃതിപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം, പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പക്ഷേ ഇതിനെ അവിടെ ആ പ്രദേശത്ത് അല്ലെങ്കിൽ കാടിനടുത്ത് എവിടെയെങ്കിലും നിർത്തി പരിചരിക്കുന്നതിനുള്ളൊരു സാഹചര്യക്കുറവ് അല്ലെങ്കിൽ ഒരു സൗകര്യക്കുറവും ഒരുപക്ഷെ ഉണ്ടാവാം. തീർച്ചയായിട്ടും വനംവകുപ്പ് പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. കാരണം ഇപ്പോൾ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൂടുന്ന സാഹചര്യത്തിൽ ആന ഉൾപ്പെടെയുള്ള ജീവികളെ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അടിയന്തരമായി എത്തിച്ച് പരിചരിക്കുന്നതിനും ഒക്കെയുള്ള ഒരു സൗകര്യം കൂടുതലായിട്ട് വേണം എന്നുള്ളതിലേക്കും കൂടിയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസിഡന്റ് വിരളിച്ചുകൊണ്ടുവന്നത്. ശരി, വളരെ നന്ദി ഡോക്ടർ ഈശ്വരൻ പ്രതികരിച്ചതിന്. ശ്രീ ഗിരിദാസ്, ഈ പറഞ്ഞതുപോലെ ഇനിയും നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരുപാട്, കാരണം അനിമൽ കോൺഫ്ലിക്റ്റ് ഏറി വരുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് ആനയുടെ കാര്യത്തിലൊക്കെ. അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു മോണിറ്ററിംഗ് സംവിധാനം പലപ്പോഴായി ഉണ്ടാവേണ്ടതാണ്. കോടതി പോലും ഈ അരിക്കൊമ്പൻ്റെ കാര്യത്തിലൊക്കെ മോണിറ്ററിംഗ് കൃത്യമായി നടന്നു. ഇതൊരു എടാപിടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുപോലെ ആണെങ്കിൽ, ഇതാണ് ഒരു റിസൾട്ടെങ്കിൽ ഗുരുതരമല്ലേ സാഹചര്യങ്ങൾ? തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ ഡോക്ടർ ഈശ്വരൻ പറഞ്ഞ മാതിരി ആനയെ മയക്കി പിടിച്ചു, ഇനി അത് കഴിഞ്ഞിട്ടുള്ള ജോലി നമ്മൾ കൃത്യമായി ചെയ്തില്ല എന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. അത് തന്നെയാണ് ആനയുടെ സ്ട്രെസ്സിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 10-25 ദിവസം മുന്നേ ആന മയക്കി പിടിച്ചിട്ട് അത് വന്ന് ഭക്ഷണം കഴിക്കാതെ പുതിയൊരു സ്ഥലത്താണ് വരുന്നത്. പരിക്കൊമ്പനെ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം നിൽക്കുന്ന സ്ഥലത്ത് അവനവന് പരിചിതമായ സ്ഥലമാണ്, അവനവന്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് പിടിച്ചുകൊണ്ടുവന്നത്. പക്ഷേ കണ്ണീർക്കൊമ്പ് അങ്ങനെയല്ല. പുതിയൊരു സ്ഥലത്ത് വരുമ്പോൾ അവന് ആ പരിസരമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ നിന്നാണ് നമ്മൾ അതിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കാമായിരുന്നു. ഒന്ന് അതിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാലോ. അതിനെ മയക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മെഡിക്കേഷൻ ഉണ്ടല്ലോ, ആ മെഡിക്കേഷൻ ചെയ്തില്ല. അപ്പോ ഇപ്പോഴാണ് അറിഞ്ഞത് ബയോളജിസ്റ്റ് ആണ് മയക്കുവെടി വെച്ചെന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ആ ഒരു പ്രവർത്തനത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഒരിക്കലും ഇത് നേരത്തെ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് ഡോക്ടർമാരായാലും ബയോളജിസ്റ്റ് കൂട്ടായ്മയോട് കൂടി ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷെ ഇനിയും അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോളുകൾ നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു നടപടിയാണ് വേണ്ടത്. കാരണം ഇനി നാളെ ഇപ്പോൾ തൃശ്ശൂർ മേഖലയിലൊക്കെ എല്ലാ ദിവസവും നമുക്കറിയാം എത്രയോ ആനകൾ കൂട്ടങ്ങളായിട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെ നമ്മൾ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? ഇതിനൊരു ഒരു അവസാനം ഉണ്ടാക്കണ്ടേ? അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കും, ആ വന്യമൃഗങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. ഇതൊക്കെ നമ്മൾ എങ്ങനെ ചുരുക്കി കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ രീതിയിലേക്ക് ഉയർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. അപ്പൊ ഈ ഇപ്പൊ കിട്ടിയത് ഒരു തെറ്റിൽ നിന്ന് നമ്മൾ തിരുത്താൻ നമ്മൾ തയ്യാറാവണം. ഒരു അപകടത്തിൽ നിന്ന് അതിൽ നമ്മൾ ഉയരാൻ നമ്മൾ തയ്യാറാവണം. അത് തന്നെയാണ് ഇപ്പൊ ഈ കണ്ണിക്കൊമ്പന്റെ കേസിൽ നമ്മൾ കാണുന്നത്. നമ്മൾ പിടിച്ചു, അപ്പോൾ തന്നെ കഴുത്തില് ഒരു റേഡിയോ കോളർ ഇട്ട് പുറത്തേക്ക് വിട്ടാൽ അത് രക്ഷപ്പെടും എന്ന് പറയുന്ന രീതി ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈവൻ സുപ്രീം കോടതിയുടെ ഹൈ പവർ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം സാഹചര്യത്തിൽ ഇത്തരം അനിമൽസിനെ പുറത്തേക്ക് വിടാതെ ടേക്ക് കെയർ ചെയ്യണം. ഇതാരും കാണാതെ പോകരുത്. അപ്പോ അത്രയും ഹൈപ്പവർ കമ്മിറ്റി പോലും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്താതെ അതിനെ പിടിക്കൂ, മറ്റു കാട്ടിലേക്ക് തള്ളിവിടൂ, അത് അവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറ്റം വരുത്തി ജനം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ജീവിക്ക് അതിന്റെ ജീവിതം കൊടുക്കാനും അതിന് നല്ല സാഹചര്യം ഉറപ്പുവരുത്താനും നമ്മുടെ ഗവൺമെന്റുകളുടെ ശ്രദ്ധ ഇതിൽ കൂടുതൽ വേണം. അല്ലാതെ നമ്മൾ പരസ്പരം പറഞ്ഞ് പോരടിച്ച് അതിനുവേണ്ടി വാദിച്ച് അത് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിലുപരി ആ മൃഗത്തിന്റെ ആ മിണ്ടാപ്രാണിയുടെ ജീവൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ദുഃഖം, ഈവൻ ആ അവിടുത്തെ കർഷകർ പോലും അവർക്ക് നഷ്ടം സംഭവിച്ചാലും അതിന് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ കുടുംബത്തിൽ ഒരു അംഗം നഷ്ടപ്പെട്ട ഒരു വിഷമമാണ് അവർ പങ്കുവച്ചത്. അത് തന്നെയാണ് ഓരോ മലയാളിയുടെ മനസ്സിലും. എല്ലാവരുടെ മനസ്സിലും ആന എന്ന് പറയുമ്പോൾ ആ സങ്കല്പത്തിന് ഭയങ്കരമായൊരു ആഗ്രഹമുണ്ട്. ആനയെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ട് ശീലിച്ചു വളർന്നുകൊണ്ട് ആനയെ നമ്മൾ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ഒരു മൃഗമാണ് ആന. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ ഒരു കെയറും കൂടി നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ ചിഹ്നമാണ് ആന എന്ന മനസ്സിൽ കരുതിക്കൊണ്ട് അതിനെ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും
എല്ലാ രീതിയിലും ഏതൊക്കെ രീതിയിൽ നമുക്ക് പോകാൻ പറ്റുമോ ആ രീതിയിൽ എല്ലാ എന്താ പറയാ പുതിയ പുതിയ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കാനാണ് ഈ അവസരത്തിൽ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. തീർച്ചയായും ശ്രീ ഗിരിദാസ്, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയൊരു ഉത്തരവാദിത്തം മനുഷ്യനെ സംബന്ധിച്ചോളം ഉണ്ട്. ആ മനുഷ്യന്റെ പിഴവിന്റെ കൂടി ഉത്തരമാണോ വിലയാണോ ഇപ്പോൾ നൽകേണ്ടി വരുന്നതെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. ശ്രീ വിവേക്, ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രോട്ടോകോളുകളുടെ ഒന്നും അഭാവമില്ല, മോണിറ്ററിംഗ് സംവിധാനങ്ങളുണ്ട്. വളരെ സില്ലിയായിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നതെങ്കിൽ നമുക്ക് ഇത് കൃത്യമായി അന്വേഷിക്കണം, പരിശോധിക്കണം. കുറ്റകരമായ അനാസ്ഥ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതല്ലേ? താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി താങ്കൾ പറഞ്ഞു ഇന്നലെ തന്നെ താങ്കൾ ഇത് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അതിലൊരു ഇടപെടൽ നടത്തി. ഇനി മറ്റ് വ്യവഹാരങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ടോ ശ്രീ വിവേക്? തീർച്ചയായിട്ടും അതിന്റെ ആവശ്യകതയുണ്ട്. കാരണം ഇത് കുറെ നാളുകളായിട്ട് സംഭവിക്കുന്നതാണ്. കരടിയെ മുക്കിക്കൊല്ലുന്നു, കരയ്ക്ക് കയറ്റി വെടിവെച്ച് കൊല്ലുന്നു, പന്നികളെ കിണറ്റിലിട്ട് വെടിവെച്ച് കൊല്ലുന്നു, അങ്ങനെ എല്ലാവരും കൊന്നത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രോട്ടോകോൾസും ഷെഡ്യൂൾ പ്രകാരം ഒരുപാട് പ്രൊട്ടക്ഷൻസ് ഉള്ള ആനിമൽസിനെ പോലും കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സെയിം ബയോളജിസ്റ്റ് തന്നെയാണ് തോന്നുന്നത് കണ്ണൂരിൽ വെച്ച് കയറ്റി കരയ്ക്ക് കയറ്റി ഹെൽത്തി ആയിട്ട് സഡേറ്റ് ചെയ്ത് പോകുന്ന വഴിക്ക് അത് ഡെത്തായി. അപ്പൊ ഇതുപോലെ കരടിയെ മുക്കിക്കൊണ്ടു. ആ കേസ് കോടതി അഫിഡവിറ്റിൽ പറയുന്നത് പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടാണ് ചെയ്തത്, എല്ലാം പെർഫെക്റ്റ്ലി ഫൈൻ ആയിരുന്നു എന്ന് പറഞ്ഞ അഫിഡവിറ്റ് ഫയൽ ചെയ്തപ്പോൾ കോടതിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടായില്ല. ആ കേസ് അങ്ങനെ ഡിസ്മിസ് ആയി. അപ്പൊ ഇതുപോലെ തെറ്റായിട്ടുള്ള സത്യവാങ്മൂലങ്ങൾ നൽകുകയും ഒരു എക്സ്പെർട്ടൈസും ഇല്ലാത്ത ടീം ഓഫ് ആളുകൾ നയിക്കുന്ന ഒരു സംവിധാനമായിട്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാറുകയാണെങ്കിൽ ഒരു വിമർശനത്തിന് അത് വഴിവെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്താ യാദൃശ്ചികം മാത്രം എന്ന് പറയാനേ എനിക്ക് സാധിക്കുള്ളൂ. തീർച്ചയായും വിവേക്, ഈ മനുഷ്യനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ജീവൻ പ്രധാനപ്പെട്ടതാണ്. മൃഗങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഈ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ രീതി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം വയനാടൊക്കെ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞ് പുറത്ത് നിന്ന് മറ്റ് ജില്ലയിലേക്ക് ആളുകൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ഫ്ലോറിൽ നിന്ന് ഞാൻ പറയുന്നത് പോലെ ഒന്നുമല്ല. അവരനുഭവിക്കുന്ന ഓരോ നിമിഷവും തീ തിന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ആശ്രയമാകേണ്ടത് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥര്, നമ്മുടെ ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ അവർ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ പ്രധാനപ്പെട്ട അതിൽ ഒരു തരത്തിൽ പോലും പിഴവുണ്ടാകാതെ ആ നിലയ്ക്ക് പരിശോധിക്കപ്പെടുകയും വേണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതും പ്രസക്തമല്ലേ? അതെ, ഇന്നലെ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ CRPC 144 പ്രഖ്യാപിച്ച ഒരു സ്ഥലത്ത് ഇത്രയും ആളുകൾ കൂക്കി വിളിക്കാനും പോലീസിന്റെ കൂടെ നിന്ന് കുത്തടാ കുത്ത് എന്ന് പറയാനൊക്കെ ആളുകൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതുപോലെ ഈ ബയോളജിസ്റ്റ് എങ്ങനെയാണ് വെടിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായത് നമ്മൾ ചോദിക്കേണ്ടതാണ്. ഈ ഭക്ഷണം കഴിക്കാത്ത ആനയെ ഏത് പ്രോട്ടോകോൾ വെച്ചിട്ടാണ് ഈ രാത്രി 7 മണിക്ക് സഡേറ്റ് ചെയ്തത് എന്നുള്ളത് ചോദിക്കേണ്ടത്. 2 ആഴ്ചക്കുള്ളിൽ സഡേറ്റ് ചെയ്യാൻ പാടുമോ എന്നുള്ള ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. അത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് പറയുന്നത് ആനയുടെ ജീവിതം മാത്രമായി പോയി. അപ്പൊ ആളുകൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പാലിക്കണം. മൃഗങ്ങൾക്ക് പാലിക്കാൻ നിയമമുണ്ട്, മൃഗങ്ങൾക്ക് അത് പാലിക്കാൻ അറിയാത്തതുകൊണ്ടാണല്ലോ നമ്മളെ ഒഫീഷ്യൽസ് അത് അവർക്ക് ഫേവറബിൾ ആയിട്ട് ലോ ഉണ്ടാക്കുന്നത്. മനുഷ്യനെ ചിന്തിക്കാനുള്ള വിവേചന ബുദ്ധി ഉള്ളത് കൊണ്ടാണ് മനുഷ്യന് പാലിക്കാനായിട്ട് ഒരുപാട് നിയമങ്ങൾ പറയുന്നത്. അപ്പൊ അത് പാലിക്കപ്പെടാതെ മനുഷ്യന്റെ ജീവന വില എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന്റെ ജീവന തന്നെയാണ് വില. മനുഷ്യന്റെ ജീവന വിലയുള്ളത് കൊണ്ടാണല്ലോ ഇന്നലെ 144 പ്രഖ്യാപിച്ച എല്ലാവരുടെ അടുത്ത് വീടിനകത്ത് കയറി അടച്ചു കൂട്ടിയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ജീവന വിലയുള്ളവരാണ് ഈ ആനയുടെ പിന്നാലെ നടന്നിരുന്നത്? ജീവന് വിലയുള്ളവരാണെങ്കിൽ വീടിന്റെ ഉള്ളിൽ അടച്ചു കൂട്ടിയിരിക്കും ആന കാടിന്റെ ഉള്ളോട്ട് കയറുന്നവരെ, അല്ലെങ്കിൽ അതിനെ സേഫ് ആയിട്ട് ഒരു ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനുള്ള സ്ഥിതിക്ക് അവർ ചെയ്യുന്നത് വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ മലയാളികൾക്ക് ഇല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യൽ മാത്രമാണ് മലയാളികളുടെ പ്രത്യേകത. ഈ പോസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് ഹേറ്റ് കമന്റ്സ് കാണാം. നീ വയനാട്ടിലോട്ട് പോവാ, ഇടുക്കിയിലോട്ട് പോവാന്നെല്ലാം കമന്റ് കാണും. പക്ഷെ നമ്മൾ അവിടെ വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ഏരിയയിൽ എത്രമാത്രം ആളുകൾക്ക് പുറത്തോട്ട് ഇറങ്ങി വരാൻ പറ്റും അത്രമാത്രം ഇറങ്ങി വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഇടുക്കിയിലോട്ടും വയനാട്ടിലോട്ടും കയറി പോകുന്നത്? അവിടെ ഒരു ആനയ്ക്കുള്ള ഒരു ഹാബിറ്റാറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറി പോകാതെ ഇങ്ങനെ ഇറങ്ങി വരാനായിട്ടുള്ള ഒരു ബുദ്ധി മനുഷ്യനില്ലെങ്കിൽ പിന്നെ മനുഷ്യന്റെ ജീവന്റെ വില കുറച്ച് കാണിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ വിവേക്. ഒപ്പം ഡോക്ടർ ഗിരിദാസ്.